ഇപ്പൊ സിനിമ അപ്പൊ എനിക്ക് ഇൻഡസ്ട്രിയായിട്ട് ഒരു ബന്ധമില്ലല്ലോ. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു വേണ്ട ഞങ്ങളെ വേണ്ട. അപ്പൊ പിന്നെ പപ്പ പിന്നെ രണ്ടാമത് വിളിച്ചു. അല്ല പിന്നെ ഇവക്ക് ഒരു വോട്ട് യു കോൾ മാരേജിന് ഒരാളെ വെക്കുമല്ലോ നമ്മള്. അപ്പൊ ആ പെങ്കൊച്ചെന്നെ എപ്പോഴും വിളിക്കും. പപ്പ പറഞ്ഞിട്ട് വിളിപ്പിക്കുന്ന. അപ്പൊ ഞാൻ പറയാം വേണ്ട നമുക്ക് ആലോചിക്കാം. ഞാൻ പറയും ഞാൻ ഇവിടെ എല്ലാ സ്ഥലത്തില്ല ബാംഗ്ലൂരാന്നൊക്കെ പറയും. ലാസ്റ്റ് തന്നെ പപ്പ വിളിച്ചു എന്നെ. രണ്ടാം വിളിച്ചിട്ട് ഒന്ന് കണ്ടു നോക്ക് നിങ്ങള്. അപ്പൊ നീ പറഞ്ഞ എനിക്ക് ഇയാളെ മതി ഒന്നല്ല അങ്ങനെ കണ്ട് പറഞ്ഞു. അങ്ങനെ കഷ്ടകാലം തുടങ്ങി ചേട്ടൻ സ്കോറിംഗ് തുടങ്ങി. ഞാൻ എനിക്ക് കണ്ടപ്പോ ഓക്കെ ആയിട്ട് തോന്നി. എനിക്ക് ലുക്ക് വൈസ് ഇഷ്ടപ്പെട്ടു കണ്ടപ്പോ തന്നെ. എനിക്ക് ഒന്നാമത്തെ കാര്യം ഞാനുമായി സെറ്റ് ആവുമോ എന്നുള്ള കാര്യം എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. കാര്യം ഇപ്പൊ സിനിമയിൽ തന്നെ ഇങ്ങനെ എല്ലാവരും ഓക്കെ ടെറർ പ്രൊഡ്യൂസർ പിന്നെ സാൻഡ്രോട് ഡീൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് സാൻഡ്രോ. അപ്പൊ ഞാനൊരു മാരേജ് മെറ്റീരിയൽ ആണോ എന്ന് തന്നെ എനിക്ക് ഡൗട്ടായി. അപ്പൊ എനിക്ക് അങ്ങനെ ഒരാളുടെ അണ്ടറിൽ നിൽക്കാൻ പറ്റുമോ ഇതൊക്കെ എനിക്ക് ഭയങ്കര സംശയമുള്ള കാര്യമായിരുന്നു. അപ്പൊ പപ്പ വന്ന് കല്യാണത്തിന് സാധനം എനിക്ക് ഞാൻ എപ്പോഴും വഴക്ക് പറഞ്ഞു വിടും. വേണ്ട 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 എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് വരും. എന്നാലും പപ്പ ട്രൈ ചെയ്തോണ്ടേയിരിക്കും. അപ്പൊ ഒരു പ്രാവശ്യം കൊണ്ടുവന്ന് ഇങ്ങനെ ഫോട്ടോസ് ഇങ്ങനെ കാണിച്ചപ്പോ ഞാൻ പറഞ്ഞ ഇത് വലിയ കുഴപ്പമില്ലാന്ന് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഫോട്ടോ കാണിച്ചു. പപ്പ എന്നിട്ട് വിളിച്ചു കഴിഞ്ഞപ്പം അച്ഛൻ താല്പര്യമില്ല എന്ന് പറഞ്ഞല്ലോ. പറഞ്ഞു കഴിഞ്ഞപ്പം പപ്പ എന്നിട്ട് വേറെ ആൾക്കാരുടെ ഫോട്ടോ കൊണ്ട് കാണിച്ചപ്പോ ഞാൻ പറഞ്ഞു മറ്റേതെവിടെ അതാണെങ്കിൽ ഓക്കെ. അപ്പൊ ഞാൻ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാണ് മറ്റേതാണെങ്കിൽ നോക്കാം അല്ലെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോഴാണ് പപ്പ വീണ്ടും മറ്റേ അവരെ പെങ്കൊച്ചപ്പോഴും വിളിക്കുവായിരുന്നു. ഏറ്റവും കോമഡി എന്താ എടപ്പള്ളി പള്ളിയിൽ ചെന്നു കണ്ട് ഞാൻ. അപ്പൊ പപ്പ പോയി. അത് കഴിഞ്ഞ് വണ്ടി വന്നു. അപ്പൊ പെട്ടെന്ന് ഭയങ്കര മഴ. ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെയാണ്. അപ്പൊ ഭയങ്കര മഴയത്ത് ഞാൻ വന്ന് വണ്ടിയിലോട്ട്. അപ്പൊ ഒരു പസാറ്റ് കാറായിരുന്നു. അപ്പൊ എനിക്ക് വണ്ടിപ്രാന്ത ഭയങ്കര. ഞാനപ്പൊ കൊടയൊക്കെ പിടിച്ചാ വരുന്നത്. അപ്പൊ ഞാൻ വന്ന് വണ്ടിയിലോട്ട് വന്ന് കേറിയതും അങ്ങനല്ല കൊട ഇങ്ങനെ കുത്തിക്കൊണ്ടേ റൂഫിനൊന്നും കുത്തി അവിടെ മണ്ണായി. കണ്ടപ്പോ ഞാൻ പിടിച്ചു വാങ്ങിയത് കൊട എല്ലാം കൂടെ ചുരുട്ടിക്കൂട്ടി ബാഗിലേക്ക്. കാലം കൂടെ വലിയ നമ്മുടെ വണ്ടിക്കകത്ത് വെള്ളമല്ല മേലെ നമ്മുടെ റൂഫില്ലേ റൂഫിനിട്ട് ഒറ്റ കുത്ത് അവൾ അറിയാതെ കുത്തി പിന്നെ വെള്ളം. ഇതെല്ലാം വെച്ച് വണ്ടി കയറി തിരിഞ്ഞു നോക്കിയപ്പോ ഫോട്ടോയിൽ കണ്ട ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് വേറെ സാധാ ഫോട്ടോ